മലയാളികളുടെ മമ്മൂട്ടി 74-ാം പിറന്നാൾ ആഘോഷിക്കുകയാണെന്ന്. വലിയ ആഘോഷങ്ങൾ എല്ലായിടങ്ങളിലും നടക്കുന്നുണ്ട്. വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് മമ്മൂക്കയ്ക്ക് ആരാധകരായുള്ളത്. കുട്ടികളാണെങ്കിലും പ്രായമായ ആളുകളാണെങ്കിലും ഒഫീഷ്യൽസ് ആണെങ്കിലും ഒക്കെ ഉണ്ട്. അത്തരത്തിലൊരു ആരാധകനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. എറണാകുളം സൗത്ത് ACP ആയ രാജ്കുമാർ സാറാണ് നമുക്കൊപ്പം ഉള്ളത്. അദ്ദേഹവും മമ്മൂട്ടിയോടുള്ള ബന്ധം മമ്മൂക്ക തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 74-ാം വയസ്സാകുകയാണ്. ഈ ബർത്ത്ഡേക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. തീർച്ചയായും ഈ ബർത്ത്ഡേ ഒരുപാട് പ്രത്യേകത ഉള്ളതാണ്. ലോകമെമ്പാടുമുള്ള മമ്മൂട്ടി ആരാധകരും മറ്റ് ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ ഒരുപാട് സ്നേഹത്തോടു കൂടി ഉള്ളിൽ നിന്ന് ജന്മദിനാശംസകൾ പറയുന്ന ഒരു ദിവസം കൂടിയാണ്. ഇടയ്ക്ക് ഒരു ഷോർട്ട് പീരീഡ് മാറി നിന്നതിന് ശേഷമുള്ള ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുള്ള ഒരു ജന്മദിനം കൂടിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജന്മദിനം എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ജന്മദിനമാണ്. മമ്മൂട്ടി പ്ലസ് പോലീസ് വേഷങ്ങൾ അതൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പൊ അങ്ങനെ വല്ലതാണോ ആരാധന തുടങ്ങിയത്? അത് ശരിക്കും പറഞ്ഞാൽ ഒരു 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ സമയത്താണ്, പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ കല്യാണം വരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ളവർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതൊക്കെ നിൽക്കുന്ന ഒരു സീൻ പണ്ട് കാണുകയുണ്ടായി. ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഭരത് അവാർഡ് കിട്ടുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ചെമ്പിൽ ഒരു വലിയ സ്വീകരണം കൊടുക്കുകയുണ്ടായി. അത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മനം നിറഞ്ഞു നിന്നിട്ട് ഓടി അവിടെ ചെന്ന് കാണാൻ പറ്റിയ അത്രമാത്രം ജനക്കൂട്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഉള്ളിൽ ഇത്. പിന്നെ രണ്ടാമത്തത് നല്ല ഈ കഥാപാത്രങ്ങൾ നൽകുന്ന സന്ദേശങ്ങളാണ്. അപ്പം ആ സന്ദേശങ്ങൾ ഓരോ മനുഷ്യനെയും സ്വാധീനിക്കും. അദ്ദേഹത്തിൻ്റെ പോലീസ് കഥാപാത്രമായാലും മറ്റ് കഥാപാത്രമായാലും എല്ലാം തന്നെ നന്മ നിറഞ്ഞ കഥാപാത്രങ്ങളാണ്. അപ്പോൾ ആ നന്മ ഒരാളുടെ മനസ്സിലേക്ക് അറിയാതെ ആവേശനം കൊള്ളുകയാണ്, അത് സന്നിവേശിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നീട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി കഴിഞ്ഞപ്പോഴും അത്തരം കുറേ നന്മകൾ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും തന്നെ അത് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ളൊരു ബന്ധം? മമ്മൂക്കൻ്റെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അത് തുടങ്ങുന്നത്? എന്താണ് നിലവിൽ സ്ഥിരമായി വിളിക്കുന്ന ആളുകളൊക്കെയാണോ? അദ്ദേഹത്തെ കാണാനായിട്ട് പറ്റിയത് പോലീസിൽ വന്നതിന് ശേഷം തന്നെയാണ് അടുത്ത്. അതിന് മുമ്പ് ഒരുപാട് ദൂരെ നിന്നും കാണാനുള്ള അവസരമില്ല. പോലീസിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മിക്കവാറും പല സ്ഥലത്താണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഭാഗ്യം കൊണ്ട് ഷൂട്ട് ലൊക്കേഷനിൽ ചെല്ലുക. അപ്പോൾ അത് സംസാരിച്ച കൂട്ടത്തിൽ തന്നെ മറവൻതുരുത്തെന്ന് പറയുന്നത് തൊട്ടടുത്ത പഞ്ചായത്തുകളാണ്. അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് സ്കൂൾ സമയത്തുള്ള കുറേ ആൾക്കാരുടെ പേര് വിവരങ്ങളൊക്കെ ചോദിച്ച് അന്ന് തോന്നിയ ഒരു കാര്യമുണ്ട്. അദ്ദേഹം വന്ന വഴികളിൽ കൂടുതൽ ആൾക്കാരെ എല്ലാവരും ചേർത്ത് നിർത്തുന്ന ഒരാളാണ്. എന്തുകൊണ്ടോ എനിക്കും ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. റെഗുലറായി കോണ്ടാക്ട് ഉള്ള ആളുകളാണോ മമ്മൂട്ടി, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആളുകളോട് സ്ഥിരമായി ശ്രീരാമചന്ദ്രനുള്ള ആളുകളൊക്കെ അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ട് മമ്മൂക്കാർക്ക്? ഇല്ല, എനിക്കറിയില്ല. എന്നാൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെതായ ആ രീതിയിലുള്ള നല്ല സപ്പോർട്ട് കിട്ടാറുണ്ട്. അദ്ദേഹം വളരെ അടുത്ത ആൾക്കാരോട് സ്നേഹത്തോടു കൂടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരൊന്ന് പറയുകയും ചെയ്യുമ്പോൾ അദ്ദേഹം എന്നെയോട് ചേർത്ത് നിർത്തിയിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു വലിയ സന്തോഷം അനുഭവിക്കാറുണ്ട്. ഇതിപ്പോൾ ഷോർട്ട് പീരീഡ് ഓഫ് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് വരികയാണ്. ഒരു മമ്മൂട്ടി ആരാധകൻ എന്ന രീതിയിൽ എന്താണ് പ്രതീക്ഷ? നമ്മൾ മമ്മൂട്ടിയെ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ പീക്കുന്നത് വരെ അദ്ദേഹം എപ്പോഴും പീക്കിലാണ്. എന്നാൽ വേറൊരു കരിയർ മുന്നോട്ട് പോവുകയാണ്, സിനിമകൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഗ്യാപ്പ് വരുന്നത്, തിരിച്ചു വരികയാണ്. ഒരു മമ്മൂട്ടി ആരാധകൻ എന്ന രീതിയിൽ എന്തൊക്കെയാണ് പ്രതീക്ഷ? അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തിൻ്റെ ഒരു വേഷത്തിനും വിലങ്ങുതടിയല്ല. അദ്ദേഹത്തിൻ്റെ ഈ ഏജിലും അദ്ദേഹം എപ്പോഴും ഏറ്റവും ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ ചെറുപ്പമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം മുതിർന്ന ആൾക്കാരോട് സംസാരിക്കുന്നതും ചെറിയ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ചെറുപ്പമുണ്ട്. അപ്പം അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരുന്നതും ഏറ്റവും യങ് ആയിട്ടുള്ള ആളായിട്ട് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. ഒരു ഹാപ്പി ബർത്ത്ഡേ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ലോകമെമ്പാടുമുള്ള ആൾക്കാർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജന്മദിനത്തിലും മമ്മൂക്കയുടെ തന്നെ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ ഉണ്ട്. അതിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടത് ആദിവാസി കുട്ടികളെ ചേർത്തുകൊണ്ടുള്ള ഒരു കൊച്ചിയിൽ വന്നൊരു പ്രോഗ്രാമാണ്. ഇതിന് തൊട്ട് മുന്നോടിയായിട്ട് കുറച്ച് ടെലിമെഡിസിൻ സംവിധാനങ്ങൾ ചെയ്തതായിട്ട് അറിയാം. അതുപോലെ പൂർവികവുമായി സ്കൂൾ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട പൂർവികത്തിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. പിന്നെ വിദ്യാമൃതം എന്ന് പറയുന്ന 100-300ഓളം കുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ സംഘടനയല്ല ഒരു വൈസ് ചെയർമാൻ്റെ സ്കൂൾ കോളേജുകളിൽ പഠിപ്പിക്കുന്നതായിട്ടറിയാം. അത് എല്ലാം പ്രൊഫഷണൽ കോഴ്സുകളാണ്. ഇത്തരം
നന്മ നിറഞ്ഞ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ശ്രീ മമ്മൂക്കയ്ക്ക്, മമ്മൂട്ടി സാറിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. ഒപ്പം തന്നെ മുഴുവൻ ആൾക്കാരും അദ്ദേഹത്തിന് വേണ്ടി ഈ രീതിയിൽ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് ഒരുപാട് ആളുകൾ മമ്മൂക്കയെ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. മമ്മൂക്കയും അത്രയും അടുത്ത ബന്ധമുള്ള ഒരാളാണ് CP രാജ്കുമാർ. അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവെക്കായിരുന്നു നമുക്കൊപ്പം. കൊച്ചിയിൽ നിന്ന് PS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, 24.